ഹായ് എല്ലാവർക്കും നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. കാരണം നമ്മുടെ SSC GD 2024 പരീക്ഷ പാസ്സായ ആളുകളെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താനും ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനുമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ വർഷത്തെ SSC GD 2025 എക്സാം എഴുതാനായിട്ട് കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഏകദേശം 2 മാസത്തെ സമയമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. പരീക്ഷയുടെ ഡേറ്റും വന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി SSC GD 2024 പരീക്ഷ വിജയിച്ച, അതുപോലെ തന്നെ ഫിസിക്കലും മെഡിക്കലും ക്ലിയർ ചെയ്ത, സർവീസിലേക്ക് എൻട്രി ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം 35ഓളം സ്റ്റുഡൻസ് ദിശയുടെ 3 സെൻറ്ററുകളിൽ നിന്ന് മാത്രം, അതായത് നമ്മുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ് സെൻറ്ററുകളിൽ നിന്ന് മാത്രമുള്ള വിദ്യാർത്ഥികളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, കൊല്ലവും തൃശ്ശൂരും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സെൻറ്ററുകളിൽ നിന്ന് മാത്രം വന്ന 35ഓളം വിദ്യാർത്ഥികളെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഓഫ്ലൈനിൽ നിന്ന് തന്നെ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേ പേർക്കൊക്കെ ഫിസിക്കലും മെഡിക്കലും ഒക്കെ ചിലർക്ക് പ്രശ്നം ഉണ്ടായവരുണ്ട്. അവരൊക്കെ അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കൂടാതെ പുതിയതായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളും നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്നുണ്ട്. അടുത്ത വർഷം SSC GD 2025 നമുക്കൊരു വലിയ വർഷമായി തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവരെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ വളരെ 23 വയസ്സ് മാത്രം, അല്ലെങ്കിൽ 23 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇവർ ഈ ഒരു പ്രായത്തിൽ തന്നെ സർവീസിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവുകയാണ്. ദിശയെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള നിമിഷമാണിത്. കാരണം നമ്മൾ ഈ പറയുന്ന 35ഓളം ആളുകൾ എന്നുള്ളതല്ല, അവരുടെ ഫാമിലി, അവരോട് ചുറ്റും നിൽക്കുന്ന ആളുകൾ, വലിയൊരു മാറ്റമുണ്ട്. അവരുടെ ഡ്രീമിലേക്ക് അവരെ എത്തിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ സ്ഥലങ്ങളിൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയൊക്കെ വാങ്ങിയിട്ടാണ് സർവീസിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ എക്സാമിൻ്റെ കോച്ചിങ്ങിൻ്റെ ഫീ അല്ലാതെ അക്കാഡമി മറ്റൊന്നും ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് റിസൾട്ട് നേടിയ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ദിശ ഇവരെ അഭിമാനത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും അറിയിക്കുകയാണ്. ഇവരെ ഓരോരുത്തരുടെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും എല്ലാം, അല്ലെ ഇവരെ കളക്റ്റീവായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വീഡിയോയിലൂടെയൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ വളരെ അഭിമാനത്തോടെ ഞാനിത് പ്രസന്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 2 മാസത്തെ സമയം ഇനി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. SSC GD 2025 പരീക്ഷ ഫെബ്രുവരി 4-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മന്ത്സ് സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഇവരെ പോലെ നിങ്ങൾക്കും ആവാൻ സാധിക്കും. ഉറപ്പായിട്ടും അടുത്ത വർഷം നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, വെറും 1 വർഷം മാത്രമാണ് ഇവരൊക്കെ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തത്. അല്ലാതെ വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പുകളൊന്നും എടുത്തില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വന്നു, പഠിച്ചു, എക്സാംസ് ക്ലിയർ ചെയ്തു, ജോലിയിലേക്ക് കയറാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഫാസ്റ്റായിട്ടാണ് ഇവരുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പല ബോഡീസും നടത്തുന്ന പരീക്ഷകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് പരീക്ഷ നടന്നു, എത്ര പെട്ടെന്ന് അവർക്ക് ലിസ്റ്റുകൾ വന്നു, അവരിതാ സർവീസിലേക്ക്, ട്രെയിനിങ്ങിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നു. ഈ ഒരു സന്തോഷം ഇത് നിങ്ങൾക്കും നാളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഓഫ്ലൈനിൽ പഠിച്ച ആളുകളുടെ കാര്യം മാത്രമാണ്. ഓൺലൈനിലൂടെ നിരവധി ആളുകൾ പഠിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ കണ്ട് ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് നേടിയ ആളുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ മക്കളെ. കാരണം നിങ്ങൾ ആരൊക്കെയാണ്, മറ്റുള്ളവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. നാളെ അവർക്കൊക്കെ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാനുള്ള വലിയ ഒരു സന്തോഷമാണ് ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷനാണ് ഇവരുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ പറഞ്ഞു, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരാഗ്രഹിച്ച സർവീസിലേക്ക് എത്താനായി സാധിച്ചു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ വീഡിയോയിൽ ഈ വർഷത്തെ 2025 വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നവർക്കുള്ള കൃത്യമായ പ്രിപ്പറേഷൻ ടിപ്സ് ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ തരാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. മസ്റ്റായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സീനിയർ ആയിട്ടുള്ളവരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൃത്യമായിട്ട് ഇതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുക. ദിശയ്ക്ക് ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ മെയിൻ ചാനൽ അല്ലാതെ ആർമി സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു ആർമി ചാനൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൂടി കൊടുക്കാം. എല്ലാവരും ആ ആർമി ചാനലിലൂടെ പോയി പഠിക്കാൻ ശ്രമിക്കുക. ധാരാളം വിദ്യാർത്ഥികൾ ആർമി ചാനലിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഈ 60 ദിവസം അല്ലെങ്കിൽ 2 മാസത്തിൽ എങ്ങനെ എക്സാം പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വരുന്ന വീഡിയോ നാളെ വൈകിട്ട്
7 മണിക്ക് അതുൽ സാറിന്റെ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള റിമൈനിങ് ടൈമിൽ എങ്ങനെ ദിശയോടൊപ്പം നമ്മുടെ യോദ്ധ സീരീസിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ യോദ്ധ സീരീസിലൂടെ പഠിച്ച ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഇനി വരുന്ന ഷോർട്ട് ടൈമിൽ നമുക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ള പ്രിപ്പറേഷൻ ടിപ്സുമായി നാളെ അതുൽ സാർ വരുന്നുണ്ട്. ആ വീഡിയോയും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരെയും വളരെ ഹാർദവമായിട്ട് ഞാൻ അഭിമാനത്തോടു കൂടി ഈ റിസൾട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം SSC GD 2022 വീണ്ടും നമുക്ക് ചരിത്രം ആവർത്തിക്കണം. ദിശ അക്കാഡമിയോടൊപ്പം എങ്ങനെ ആവർത്തിക്കാം, എങ്ങനെ നമുക്ക് അതിലേക്ക് പോകാം എന്ന് അറിയണമെങ്കിൽ SSC GD എക്സാം 2025 ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഫെബ്രുവരി 4 മുതൽ നമുക്ക് ഡേറ്റുകൾ വരും. ഫെബ്രുവരി 25 വരെ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ജാനുവരി 2025 ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് എന്ത് വരും, അഡ്മിഷൻ ടിക്കറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ടൈം ടേബിൾ ഉള്ള പരീക്ഷയാണ് SSC GD. ഉടനെ തന്നെ റിസൾട്ടുകൾ വരും, ഫിസിക്കൽ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസിലെ അടുത്ത വർഷം നിങ്ങൾ ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശയോടൊപ്പം ട്രൈ ചെയ്യുക. നിങ്ങൾ ദിശയുടെ 4-5 അക്കാഡമികൾ, 5 ഓഫ്ലൈൻ അക്കാഡമികൾ, ദിശയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻസിലൂടെ കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഓഫ്ലൈൻ അക്കാഡമി അറിയാമല്ലോ മക്കളെ നിങ്ങൾക്ക്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ നമ്മുടെ പുതിയ അക്കാഡമി ഡിസംബർ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിൽ നമ്മുടെ അക്കാഡമി ഉണ്ട്. അപ്പോൾ ഈ അക്കാഡമികളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തരം എക്സാമിന് വേണ്ടി നിങ്ങളെ എത്തിക്കുന്ന തരത്തിലുള്ള പ്രാക്ടീസുകൾ ഉണ്ടാവും. 2 മാസത്തെ സമയമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഒട്ടും വൈകിപ്പിക്കേണ്ട, നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഈ വർഷത്തെ വേക്കൻസി ഞാൻ നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഏകദേശം ഇത്രത്തോളം വേക്കൻസി, 40,000-ഓളം വേക്കൻസി ഈ വർഷവും നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. ഓരോ പോസ്റ്റ് ഏതൊക്കെയായി SSC GD എന്ന് വെച്ചാൽ BSF, CASF, CRPF, SSB, ITBP, AR, SSF, NCB പോലെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. ഈ പോസ്റ്റുകളിലേക്ക് BSF-ലേക്കും CRPF-ലേക്കും ധാരാളം വേക്കൻസി ഉണ്ട്. CASF പോലെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നവർക്ക് 7,145-ഓളം വേക്കൻസികൾ അവൈലബിൾ ആണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവിധ സപ്പോർട്ടും തന്ന് ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്താണ് നമ്മുടെ ഓരോ കാറ്റഗറി തിരിച്ചുള്ള വേക്കൻസി വരെ നമ്മുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ SCക്ക് എത്ര കാറ്റഗറി ഉണ്ട്, STക്ക് എത്രയുണ്ട്, OBCക്ക് എത്രയുണ്ട്, EWS എത്രയുണ്ട്, ഓരോ റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള വേക്കൻസി നമുക്കറിയാം. ഫീമെയിൽ കാറ്റഗറിക്കാർക്കും ടോട്ടൽ 3,000-4,000-ഓളം വേക്കൻസികൾ വരുന്നത്. അങ്ങനെ ഏകദേശം 40,000-ഓളം വേക്കൻസി ഓരോ വർഷവും സൃഷ്ടിക്കപ്പെടുന്ന പരീക്ഷയാണ് SSC GD ജനറൽ ഡ്യൂട്ടി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക. എന്താണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത് എന്ന് ഇനിയും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജ് 1 ഒരു റിട്ടേൺ എക്സാം ആണ്, സ്റ്റേജ് 2 ഫിസിക്കലാണ്. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞുതരാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇതൊന്നും വലിയ ടഫ് അല്ല. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ. എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നറിയാം. ഇനി അടുത്ത വർഷം വീണ്ടും വരും. അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. 23 വയസ്സാണ് പ്രായം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പല ആളുകൾക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് SSC GD എക്സാമിന് വരുന്ന സിലബസ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് മക്കളെ? പ്രധാനമായിട്ടും റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4 സബ്ജക്ട്സ് 20 ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും വരുന്നത്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 40 മാർക്ക് വീതമാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ്, 160 മാർക്ക്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ബോയ്സിന് വന്ന കട്ട് ഓഫ് ഏകദേശം 60 ആയിരുന്നു. ഗേൾസിന് വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 104 ആയിരുന്നു. അപ്പോൾ ഈ മാർക്കുകൾ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ വൃത്തിയായി എക്സാം മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. 1 മണിക്കൂർ സമയമാണ് നമുക്ക് പരീക്ഷ ഉണ്ടാവുക. ഓൺലൈൻ എക്സാം ആയിട്ടാണ് പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ചിട്ടയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ അനിവാര്യമായിട്ടുള്ള പരീക്ഷയാണ് SSC GD എന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ഇതിനകത്ത് ടോപ്പിക്കുകൾ പലപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല. ഇംഗ്ലീഷിൽ വരുന്നത് നമ്മുടെ വൊക്കാബുലറി സെക്ഷൻസ് കൂടാതെ വൊക്കാബുലറിക്ക് നല്ല വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, എറർ കറക്ഷൻ, പാരാജമ്പിള്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ്, അനോണിംസ് പോലെയുള്ള വൊക്കാബുലറി സെക്ഷൻസും
ജനറൽ അവയർനെസ്സിനകത്ത് വരുന്നത് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ജനറൽ സയൻസ് ഇതെല്ലാം കൂടെ ചേരുന്ന 20 മാർക്ക്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. മാത്സിനകത്ത് വരുന്നത് നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് പോലെയുള്ള ബേസിക് ടോപ്പിക്കുകൾ. പിന്നെ എന്താണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ വരുന്നത് കോഡിങ്, സീരീസ്, അനലോഗി, ക്ലാസിഫിക്കേഷൻ, ബ്ലഡ് റിലേഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ സിലോജിസം, അതുപോലെ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഡൈസ്, വെൻ ഡയഗ്രാം പോലെയുള്ള ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിഗർ കൗണ്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റീസണിങ്ങിലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. വൃത്തിയായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് വീതമുള്ള ഈ ഓരോ സെക്ഷൻസും നിങ്ങൾക്ക് കൃത്യമായി മാർക്ക് സ്കോർ ചെയ്ത് കട്ട് ഓഫ് മാർക്കും അതിൽ കൂടുതലും, അതായത് ഒരു 100 മാർക്ക് വരെ നിങ്ങൾക്ക് ബോയ്സിനൊക്കെ സ്കോർ ചെയ്യാം. നന്നായി പഠിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് 130 മാർക്ക് വരെ അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. വൃത്തിയായി പഠിക്കുക, ചിട്ടയായി പഠിക്കുക. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ഞാൻ വീഡിയോയിൽ പറയാം. ഫിസിക്കലായിട്ടുള്ള പാർട്ടിൽ ഹൈറ്റ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫീമെയിലിൻ്റെ ഹൈറ്റിൻ്റെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മെയിലിൻ്റെ അത് 170 സെൻറ്റിമീറ്റേഴ്സ് ആണ് വരേണ്ടത്, ഫീമെയിലിൻ്റെ 157 ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ഹൈറ്റ് അത്യാവശ്യം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഇതാണ് ഒരു പാർട്ട് വരുന്നത്. മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റിൽ നമുക്കുള്ളത് മെയിലിന് 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റ് സമയമാണുള്ളത്. ഫീമെയിലിന് 1.6 കിലോമീറ്റർ ഓട്ടമാണ് 8.5 മിനിറ്റ് സമയമാണ് നമുക്ക് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, വലിയ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്നുമില്ല. അതായത് ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോലീസ് ടെസ്റ്റുകളിലുള്ളതൊന്നുമില്ല. ഓട്ടം മാത്രം മതി. ആ ഓടാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിസിക്കലിനെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അത്യാവശ്യം രാവിലെ എണീറ്റ് ഓടുന്നവരോ അല്ലെങ്കിൽ ആർമി പോലുള്ള എക്സാംസിനൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കലി സിമ്പിളായിട്ട് ക്വാളിഫൈ ചെയ്യും. മെഡിക്കൽ നിങ്ങളുടെ എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കൃത്യമായി ഒന്ന് വെരിഫൈ ചെയ്യുക. അത് മാത്രം ഒന്ന് കറക്റ്റായിട്ട്, ഇപ്പോൾ വേരിക്കോസിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അതൊക്കെ ഒന്ന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിസിക്കലും മെഡിക്കലും ഓക്കെ ആണെങ്കിൽ കൃത്യമായി എക്സാം പാസ്സാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ചില ആളുകൾ ഫിസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എക്സാമിന് പഠിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? എക്സാം ക്ലിയർ ചെയ്യത്തില്ല, ഫിസിക്കൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം എക്സാമിന് കൃത്യമായി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പഠിക്കണം? ഈ പ്രിപ്പറേഷൻ ടിപ്സ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദിശ അക്കാഡമി, ദിശയുടെ 5 ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും അതുപോലെ തന്നെ ഓൺലൈനിലും കീപ്പ് ചെയ്യുന്ന ഈ പ്രിപ്പറേഷൻ ടിപ്സ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എന്താണ്? ആദ്യം നിങ്ങൾ ബേസിക് സിലബസ് കവറപ്പ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് സിലബസ് കവറപ്പ് ചെയ്യുക. അതിന് നിങ്ങളെ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. മെന്റേഴ്സ് നിങ്ങളെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിയർ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കമ്പൈൻഡ് ഡിസ്കഷൻ നടത്താൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് കിട്ടും. എന്നിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നിങ്ങൾ എന്ന് തുടങ്ങുന്നോ പരീക്ഷ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. എവിടെയെങ്കിലും നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം, ഒരു സപ്പോർട്ടർ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഈ എക്സാമിലേക്ക് കൊണ്ടെത്തിക്കാൻ. നിങ്ങളുടെ പാഷനാണ് ഈ ജോലിയെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആ ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മോക്ക് എക്സാംസ് കൂടി ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഓൺലൈൻ പരീക്ഷ എഴുതുന്നത്, നമ്മൾ മോക്ക് എക്സാംസ്, കമ്പ്യൂട്ടറിൽ ഓൺലൈൻ എക്സാംസ് എഴുതി പരിശീലിക്കാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എക്സാമിന് പരാജയപ്പെടാം. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ദിശ എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. മക്കളെ, ദിശയുടെ 6 മന്ത്സ് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത SSC GD 2025 ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 15,000 പ്ലസ് GST ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമയം കുറഞ്ഞു, എക്സാമിന്റെ ഡേറ്റ് വന്നു, നമ്മൾ ഫീസ് നേരെ 50% ഓഫിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 7,500 പ്ലസ് GSTക്ക് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും ക്ലാസ്സുകൾ തന്നുകൊണ്ട്, കൃത്യമായി സിലബസ് തന്നുകൊണ്ട്, മെന്റർ സപ്പോർട്ട് തന്നുകൊണ്ട് നിങ്ങളെ എക്സാമിന് ക്ലിയർ ചെയ്യിക്കാൻ ദിശയുടെ 4-5 ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും, എവിടൊക്കെയാണ്? ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ ആൻഡ് കാലിക്കറ്റ് ഈ അക്കാഡമികളിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. 7,500 പ്ലസ് GSTക്ക് പഠിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ സൗകര്യമുള്ളൂ, നിങ്ങൾക്ക് വന്ന് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യൂ. ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. എന്തിന് ഞാൻ ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മസ്റ്റായിട്ടും പല കൺഫ്യൂഷനിൽ പോയി അബദ്ധം പറ്റിയ ആൾക്കാരൊക്കെ പിന്നീട് നമ്മളെ വിളിക്കുന്നുണ്ട്. സാർ, ഞങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ കവറപ്പ് ചെയ്ത് തന്നില്ല,
ഫിസിക്കൽ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു എന്നുള്ളൂ, എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്കുകളൊന്നും കവറപ്പ് ചെയ്തില്ല, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് നിരാശപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരും നിരാശപ്പെടേണ്ട. 2 മാസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ദിശയോടൊപ്പം പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ എവിടെയാണെങ്കിലും ദിശയുടെ യൂട്യൂബ് ചാനൽ വഴി യോദ്ധ സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നാളെ അതുൽ സാർ വന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ പോകുന്നതെന്നൊക്കെ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരും. നമ്മുടെ യോദ്ധ സീരീസിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. ആർമി ചാനലിലൂടെ 5 ദിവസവും ക്ലാസ്സുകളും 2 ദിവസം മെയിൻ ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെയുള്ള റിവിഷൻസും കടന്നു പോകും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നാളെ അറിയാം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ടുള്ള SSC GDയുടെ പ്ലേലിസ്റ്റുകൾ മാത്രം പോയി കണ്ടാൽ പോലെ അതിലൂടെ തന്നെ പഠിച്ച ആളുകളുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പഠിച്ചവരുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ GDയുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ റിസൾട്ടുകൾ, നിങ്ങളുടെ പേരിടണം. നിങ്ങളെ റിസൾട്ടുകളുണ്ട്, നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയണം. അപ്പോൾ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൺലൈനോ ഓഫ്ലൈനോ ക്ലാസ്സുകളെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ, ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓഫ്ലൈൻ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എല്ലാ നമ്പറുകളും ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ വിജയകുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദിശ അക്കാഡമി. SSC GD 2024 വിജയം കൈവരിച്ച ഓരോരുത്തരെയും കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് ആശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.